ഓക്കെ, അപ്പോൾ ഇന്ന് ഹൽദി ഈവനിങ് ആണ്. അവോക്കി റിസോർട്ടിൽ വെച്ചിട്ടാണ് കഴക്കൂട്ടമുള്ളത്. അപ്പോൾ പോകുന്ന വഴിക്ക് വേണം അവൾ മേക്കപ്പ് ചെയ്ത് നിൽക്കുകയാണ് ചിപ്പീനെ പിക്ക് ചെയ്യാൻ. ആശേട്ടൻ വിഷ്ണുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി നേരത്തെ പോയി. പോകുന്ന വഴിക്ക് എല്ലാം മഞ്ഞയായിട്ട് തോന്നി, സ്കൂൾ ബസ്സും ഓട്ടോസും എല്ലാം. അങ്ങനെ ഞങ്ങളിതാ അവളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞില്ല, ഞങ്ങൾ അവളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആഹാ, അടിപൊളി, ക്യൂട്ട്. രാവിലെ തൊട്ടേ നല്ല മഴ, പക്ഷേ പ്രോഗ്രാം ടൈമിൽ മാത്രം മഴയൊന്ന് കുറഞ്ഞു, ഭാഗ്യം. അപ്പോൾ ഈ കാണുന്നത് ബ്രൈഡ് ആൻഡ് ഗ്രൂം എൻട്രി ആണ്. അടിപൊളിയായിരുന്നു, സ്മോക്കും കളറും എല്ലാം കൂടി കളർഫുള്ളായിരുന്നു. വിഷ്ണുവിൻ്റെ സൈഡിൽ നിന്ന് കസിൻസ് മാത്രമേ വന്നുള്ളൂ, കാരണം അമ്മ അച്ഛനും നല്ല ബിസിയാണ്, വീട്ടിൽ ഇന്ന് ഫംഗ്ഷനാണ്. പക്ഷേ കസിൻസ് കിടിലം വൈബായിരുന്നു, ഞങ്ങളും കിടിലം വൈബായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തായാലും രണ്ടുപേരും കൂടെ ചേർന്ന് അടിപൊളിയാക്കി എൻട്രി. ഞങ്ങളുടെ അടുത്ത് എന്തൊക്കെയൊക്കെ ഫോട്ടോഗ്രാഫേഴ്സ് കാണിക്കാൻ പറഞ്ഞു. ബൈസൈക്കിൾ വെഡ്ഡിങ്സ് എൻ്റെ സെയിം വെഡ്ഡിങ് ഗ്രൂപ്പ് തന്നെയാണ് അവളുടെയും വെഡ്ഡിങ് കവർ ചെയ്തത്. ചേട്ടന്മാർ അടിപൊളി വൈബാണ്. അപ്പോൾ അവരെന്തൊക്കെയോ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ ഫുൾ ഡാൻസും പാട്ടും എന്തൊക്കെയൊക്കെ കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് വിഷ്ണുവിനെ സ്വീകരിക്കാൻ വേണ്ടി അളിയന്മാരെല്ലാം കൂടി പോവാണ്. ആശേൻ്റെ ചേച്ചിയും വാവയും അമ്മയും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ഒരു 80-90 റിലേറ്റീവ്സിനെയാണ് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തത്. എല്ലാവരും എത്തിയിട്ടുണ്ട്. വൈബായിരുന്നു. ചുമ്മാ നിന്നാലും ഇങ്ങനെ തുള്ളിക്കൊണ്ടായിരുന്നു നിൽക്കുന്നത്. എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ അങ്ങനെയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞീസ്, ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ട്വിൻസാണ്, മറിയം മർവ. ഭയങ്കര കുസൃതിയാണ്. ഞങ്ങൾക്ക് ഇവരോട് പ്രത്യേക ഒരു സ്നേഹമാണ്. രണ്ടാളും ഞങ്ങൾക്ക് നന്നായിട്ട് തിരിച്ചറിയാം. ഒന്ന് കലിപ്പ് മോഡ്, അത് മർവ. ഒന്ന് ചിന്തിരിമണി, അത് മറിയം. കണ്ടോ, ഞങ്ങളെല്ലാം വേറൊരു വൈബിലായിരുന്നു. എല്ലാവരും തുള്ളിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ആദ്യം തൊട്ട് അവസാനം വരെ. ഫുള്ളൊരു വൈബായിരുന്നു. ഇത് ജസ്റ്റ് ഒരു ബിഹൈൻഡ് ദ സീൻസ് പോലെയാണ് ഫുൾ വ്ലോഗ് എടുത്തേക്കുന്നത്. ശരിക്കുള്ള വീഡിയോസ് ബൈസൈക്കിൾ വെഡ്ഡിങ്സ് അയച്ച് തരുമ്പോഴത്തേക്ക് പോസ്റ്റ് ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടെ ഫ്രണ്ട് വ്യൂവിൽ കിട്ടുക. പിന്നെ അവർ ഫോട്ടോസിന് പോസ്റ്റ് ചെയ്യാണ്. മഞ്ഞൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാരിത്തേക്കുന്ന ഒരു മത്സരമായിട്ടാണ് അവർ കണ്ടതെന്ന് തോന്നുന്നു ലാസ്റ്റ് ആയപ്പോഴേക്കും. പിന്നെ ഈ ലൊക്കേഷനും ഇവൻ്റ് വെറൈറ്റി ഇവൻറ്റ്സാണ് ചെയ്തത്. അതും അടിപൊളിയായിരുന്നു കേട്ടോ. ലൊക്കേഷൻ സെലക്ട് ചെയ്തതെല്ലാം ചിപ്പി തന്നെയാണ്. അവൾക്ക് ഇവിടെ വെച്ച് മതി എന്ന് പറഞ്ഞു. ഇതാണ് ഞങ്ങളുടെ ആങ്കർ. ഫുൾ ആങ്കറിങ് ചെയ്തത് മേഘയാണ്. പിന്നെ ഞങ്ങളുടെ വക കുറച്ച് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചളവായിപ്പോയി, മഴ കാരണം ഫുൾ ചെളിയായിരുന്നു. പൊസിഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. പിന്നെ ഞാനും ആശേട്ടനും ചിപ്പിയും കൂടെ, വിഷ്ണു കട്ട അല്ലു അർജുൻ ഫാനാണ്, ഡെഡിക്കേറ്റ് ചെയ്തൊരു ഡാൻസ് കളിച്ചു. അതാണ് കാണുന്നത്. അതെല്ലാം ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യാം. പിന്നെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ബോയ്സിനെ ഇങ്ങനെ നിർത്തിയിട്ട് ചിപ്പി വിഷ്ണുവിനെയും വിഷ്ണു ചിപ്പിനെയും കണ്ടുപിടിക്കണം. അവർ കൃത്യമായി കണ്ടുപിടിച്ചു. ബ്രൈഡ് ടീം മാത്രമല്ല, ഗ്രൂം ടീമും ഡാൻസുമായിട്ടാണ് വന്നത്. അത് ഞങ്ങളെ ഞെട്ടിച്ചു. അവർ ഭയങ്കര സിംഗായിരുന്നു, നമ്മളെക്കാട്ടിൽ സിംഗായിരുന്നു. ഏറ്റവും ഞെട്ടിച്ചത് വിഷ്ണുവാണ്. ഡാൻസ് കളിക്കില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഡാൻസ് കളിച്ചപ്പോൾ ഞങ്ങളെല്ലാം ഞെട്ടി. അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നമ്മൾ വീണ്ടും വൈബിങ് ആയിരുന്നു. വൈബിങ് എന്ന് പറയാൻ വൈബിങ് ഫുൾ ഓൺ ആയിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ ചുമ്മാ ഇങ്ങനെ അലമ്പത്തരം കാണിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കസിൻസ് എല്ലാവരും കൂടെ ഫോട്ടോസ്, ഗേൾസ് സെക്ഷൻ വേറെ, ബോയ്സ് സെക്ഷൻ വേറെ. പക്ഷേ ബോയ്സിൻ്റെ കോസ്റ്റ്യൂം അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും യെല്ലോ കുർത്തി പോലത്തെ സംഭവം, വൈറ്റ് ബോട്ടോ ആയിരുന്നു. അടിപൊളിയായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അയ്യോ, കാണാൻ അല്ല. ഓക്കെ, എവിടെ എടുത്താലും ഓടി വരുന്നത്. അല്ലു മോള്, അല്ലു ഹായ് പറ, ടാറ്റ. അല്ലു ടാറ്റ. മൊത്തം. പിന്നെ അതാ ഇവിടെ അമ്മയുണ്ട്. അമ്മയും അച്ഛനെയും ബാക്കി എല്ലാവരെയും കവർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം. പിന്നെ അതാ ഫുഡ് കഴിക്കാനുള്ള അടുത്തെത്തി. അവോക്കിയുടെ തന്നെ ഫുഡായിരുന്നു. എന്തൊക്കെയോ വെറൈറ്റി സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ എന്താ ഐസ്ക്രീമിൻ്റെ അടുത്ത് പോയി. പിന്നെ ഇവരാണെങ്കിൽ അവിടെ കിടന്ന് ഉള്ളക്കോ, എൻ്റെ പൊന്നെ എന്തോരു കുസൃതിയാണ്. എൻ്റെ റിസപ്ഷന് സെയിം ഇങ്ങനെ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഫംഗ്ഷൻ തീരുന്നവരെ വലിയ മഴയൊന്നുമില്ലായിരുന്നു. പക്ഷേ ഫംഗ്ഷൻ തീർന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നല്ല മഴ പെയ്തു. ആശേട്ടനും കണ്ണനും അനന്തനും അതേപോലെ അയ്യപ്പനും എല്ലാവരും ഓടിപ്പോയി കസേര ഇത്തിരി അകത്തിടാൻ വേണ്ടി പോവുകയാണ്. ഞാനപ്പോൾ അവരുടെ ഇടയിൽ ഓടിച്ചെന്നു വീഡിയോ എടുക്കാൻ, മഴയത്തെ വീഡിയോ. അങ്ങനെ എനിക്ക് ഞാനും
കേട്ടോ. എന്നിട്ടാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നത്. എന്തായാലും രണ്ടാമതാണോ മാമ? അത് കഴിഞ്ഞ് എൻ്റെ ആശയൊക്കെ ഓടി തളർന്ന് പണിയൊക്കെ എടുത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം. അത് കഴിഞ്ഞ് വിഷ്ണുവിനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി അവരിനി പോയിട്ട് എറണാകുളത്ത് നിന്ന് അടുത്ത ദിവസം വരുള്ളൂ. അപ്പോൾ ടാറ്റ.